ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ പറ്റി നമുക്കറിയാലോ. കേവലം വിരലിൽ എണ്ണിയെടുക്കാവുന്ന ആളുകൾ മാത്രമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ കടന്നു വന്നവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യരെ നമ്മൾ കാണേണ്ടതുണ്ട്. മക്കയുടെ അടിമച്ചന്തയിൽ വന്ന് നിൽക്കുന്ന, കേവലം ഒരു ചാക്കുകൊണ്ട് മാത്രം തൻ്റെ വസ്ത്രമായി ഉടുക്കുന്ന, കറുകറുത്ത, കാണാൻ ഭംഗിയില്ലാത്ത ബിലാൽ എന്നു പേരുള്ള ബിലാൽ ഇബ്നു റബാഹിനെ നമ്മൾ അറിയണം. ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുന്നു. ആ ബിലാലത പ്രവാചകന്റെ സവിധത്തിലേക്ക് വരുന്നു, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. പക്ഷേ ആ ബിലാലിന്റെ യജമാനനായ ഉമയ്യക്കത് പിടിച്ചില്ല, ഉമയ്യക്കത് രസിച്ചില്ല. ബിലാലിനെ അങ്ങേയറ്റം പ്രയാസങ്ങളിലേക്ക് തള്ളിവിടുന്നു. നമുക്കറിയാലോ, ചുട്ടുപൊള്ളുന്ന മണലിൽ, കാലുകൊണ്ട് പോലും സ്പർശിക്കാൻ ഭയപ്പെടുന്ന, പേടിപ്പെടുന്ന മണലിൽ മലർത്തിക്കിടച്ച് ബിലാലിന്റെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് അവിടെ ബിലാലിനെ കെട്ടി വലിച്ചുകൊണ്ട് തെരുവ് പിള്ളേർക്ക് കൊടുത്തു. ആ ബിലാലിനെ ഇങ്ങനെ വലിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാത്തയെ വിളിക്ക്, ഉസ്സയെ വിളിക്ക്. ഈ മുഹമ്മദ് പറയുന്ന ആരാധ്യനെ, ആ പടച്ച റബ്ബിനെ ധിക്കരിക്കെന്ന് പറഞ്ഞപ്പോഴും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നാവിലൂടെ വന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അഹദ് അഹദ് എന്നു മാത്രമാണ്. ഈ കൊടിയ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും അറുതി വരുത്തിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചു. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനെ ചേർത്തു പിടിച്ചു. ഉമയ്യത്തിന്റെ ചാട്ടവാറുകളേറ്റ് തന്റെ ശരീരത്തിൽ വീണ ആ മുറിപ്പാടുകളിൽ ചുംബിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് പറയുമ്പോൾ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട, സമൂഹത്തിൽ ആളുകൾ കൈകൊണ്ട് സ്പർശിക്കാൻ പോലും മടിച്ചു നിന്നിരുന്ന ഒരടിമയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ഒരു ചേർത്ത് നിർത്തലുണ്ട്. തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി ബിലാലിനെ സ്നേഹത്താൽ തലോടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന പാഠം എന്താണ്? ചേർത്ത് നിർത്തലിന്റെ പാഠമാണ്. നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയണം. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിഗണനയെ കുറിച്ച് നമുക്കറിയാം. ഇസ്ലാമിൽ ആദ്യം ബാങ്ക് നിയമമാക്കി. ബാങ്ക് കൊടുക്കണം. ആര് ബാങ്ക് വിളിക്കും? എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാൻ, ഞാൻ ബാങ്ക് കൊടുക്കാൻ തയ്യാറാണ്, എന്നെ വിളിക്കുമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വഹാബാക്കൾ ഒന്നടങ്കം നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചത് ഐന ബിലാൽ, ഐന ബിലാൽ, എൻ്റെ ബിലാൽ എവിടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചത്. ആർക്കും വേണ്ടാതെ, ആരെങ്കിലും കൈകൊണ്ട് തൊടാൻ പോലും അറച്ചു നിന്നിരുന്ന ആ ബിലാലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് നിർത്തിയത് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എംഎസ്എമ്മുകാരെ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് വേണം ഇസ്ലാമിലേക്ക് ആളുകൾ വരേണ്ടത്. നമ്മുടെ സ്വഭാവം ദർശിച്ചിട്ട് വേണം ഇസ്ലാമിലേക്ക് ആളുകൾ വരേണ്ടത്. ആ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സമീപനം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം. അവിടുത്തെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു നാട്ടിൽ നിന്നില്ല, നാട് വിട്ടുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആരും ബിലാലിന്റെ മധുരമായ ബാങ്കൊലികൾ കേട്ടിട്ടില്ല. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ബിലാൽ ഇബ്നു റബാഹയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. ബിലാലേ, ഒന്ന് ബാങ്ക് വിളിക്കണം. റസൂലുള്ളാഹിക്ക് വേണ്ടി ബാങ്ക് വിളിച്ചതുപോലെ ഇവിടെ ഒന്ന് ബാങ്ക് വിളിക്കണം. ആ ശബ്ദം കേൾക്കാൻ കൊതിയാകുന്നു ബിലാലേ എന്ന് പറഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ബാങ്ക് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയധികം വിഷമം ഉണ്ടാകാറുണ്ടോ? നമ്മുടെ ബന്ധത്തിലെ മരണപ്പെട്ട ഉമ്മയുടെ, ഉപ്പയുടെ, അതേപോലെ ആരുമാകട്ടെ, അവരുടെ പേര് കേൾക്കുമ്പോൾ ഇല്ലാത്ത ഒരു പ്രയാസം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടപ്പോൾ ഉണ്ടായി എന്ന്. അതേപോലെ അവിടുന്ന് മരണപ്പെടുന്ന സമയത്ത്, ബിലാൽ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്ന സമയത്ത് ഒരു രംഗമുണ്ട്. വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കാൻ ഭാര്യ, അവിടുത്തെ പ്രിയതമ പറഞ്ഞു, വല്ലാത്തൊരു പ്രയാസം തന്നെയാണല്ലോ. ബിലാൽ ഇബ്നു റബാഹ് പറഞ്ഞു, അല്ല, ഒരു പ്രയാസമല്ല, എനിക്കെൻ്റെ ഹബീബിനെ കാണുവാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് മരണത്തിന്റെ സമയത്ത് പോലും റസൂലുള്ളാഹിയെ സ്നേഹിക്കുവാൻ, റസൂലുള്ളാഹിയെ മനസ്സിൽ കാണുവാൻ, റസൂലുള്ളാഹിയെ നെഞ്ചോട് ചേർക്കുവാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചത്